ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി കർത്തൃ ദിവസത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ അവസരം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ആരാധന ക്രിസ്തുവിനോട് ചേരുന്ന അനുഭവമാണ്. പിതാവായ ദൈവം സകല സൃഷ്ടിയും പൂർത്തിയാക്കിയതിനു ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ശാബത്ത് എന്നത് അർത്ഥമാക്കുന്നത്. അവന്റെ സ്വസ്ഥതയിലേക്ക് നാമും പ്രവേശിക്കുക, അവനോടൊപ്പം ചേരുക, അപ്പം ഏക ആത്മാവായി നാം രൂപപ്പെടുക. അത് ആരാധനയിലൂടെ മാത്രമാണ്, അത് സ്തുതി സ്തോത്രങ്ങളിലൂടെ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ദൈവത്തോട് ചേരുക എന്നത് ആത്മാവോട് ചേരുക എന്നതാണ്. ഇന്ന് ഈ ആരാധനയുടെ മധ്യം ദൈവം തൻ്റെ ആത്മാവിനെ പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകാഗ്ര ഹൃദയത്തോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ആത്മാവിനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ആത്മാവിൽ നമുക്ക് ബലപ്പെടുവാൻ നമുക്ക് സാധിക്കും. നാം ബലഹീനരായ മനുഷ്യരാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് നാം ഇപ്പോൾ ദൈവ സന്നിധിയിൽ ആയിരിക്കുന്നത്. ആത്മാവാണ് നമുക്ക് രക്ഷ നൽകുന്നത്. മുമ്പേ നാം അടിമത്വത്തിലായിരുന്നു. ഈ ലോകത്തിന്റെ അധിപതിയുടെ ആ ദുഷ്ടതയുടെ ആധിപത്യത്തിലായിരുന്ന നമ്മെ ദൈവത്തിന്റെ ആത്മാവ് പുത്രന്റെ ശബ്ദത്താൽ നമ്മെ വീണ്ടെടുത്ത് മോചനം നൽകി ആരാധനയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തി. ഇസ്രായേൽ ജനങ്ങൾ അടിമത്വത്തിലായിരിക്കുമ്പോൾ, കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ, അവരുടെ നിലവിളിയുടെ അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവം തന്നെ ദാസനായ മോശയോട് ഇപ്രകാരം പറയുകയാണ്: നീ ഫറവോനോട് ചെന്ന് ജനത്തെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം, എന്റെ ജനത്തിനെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം. പ്രിയമുള്ളവരെ, നമ്മെ ഈ ലോകത്തിൽ നിന്നും വേർതിരിച്ചത്, ഈ ലോകത്തിൽ നിന്നും വീണ്ടെടുത്തത് ആരാധനയിലേക്കാണ്. ദൈവത്തെ ആരാധിക്കുവാനാണ്, ദൈവത്തെ സ്തുതിക്കുവാനാണ്, അവന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ്, അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ടാണ്. ഇന്ന് നാം അത് മറന്നു പോകരുത്. ദൈവത്തിന്റെ നിന്നും അനുഗ്രഹങ്ങളും പ്രാപിച്ചതിന് ശേഷം ഈ വാഗ്ദത്തം നമ്മിൽ നിറവേറണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുകയാണെങ്കിൽ, സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഇനി കാണുകയില്ല. ഫറവോന്റെ ശക്തികളെ ആഴത്തിന്മേൽ നിർമൂലമാക്കിയ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ മുമ്പിൽ ചെങ്കടലിൻ്റെതായ അനുഭവങ്ങളും കടന്നു വന്നാലും ദൈവം നമുക്ക് മുമ്പേ നമ്മെ നയിക്കുന്ന ഒരനുഭവം എത്രമാത്രം ജീവിതത്തിലേക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. ജീവനുള്ളവരുടെ മേൽ മാത്രമല്ല, ഉണർവോടിരിക്കുന്നവരുടെ മേൽ മാത്രമല്ല, ദൈവത്തിന്റെ മക്കളുടെ മേൽ മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് ഉണർന്നിരിക്കുന്നവരുടെ മേൽ മാത്രമല്ല, ദൈവത്തിന്റെ മക്കളുടെ മേൽ മാത്രമല്ല, ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ മാത്രമല്ല, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നീ മരിച്ച അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ, നീ ഒരു ജഡത്തിന്റെ അനുഭവത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ആ ആത്മാവിനെ നിന്നിലേക്ക് പകരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുവാൻ പോവുകയാണ്. അവർ ജീവൻ പ്രാപിക്കുകയാണ്. മുമ്പേ നാം മരിച്ചവരായിരുന്നു, എന്നാൽ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ്, ആ ദൈവത്തിന്റെ ആത്മാവ് ജഡമായ നടന്നു വന്നതുകൊണ്ടാണ് നാം രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നത്. നമ്മെ ഭരിച്ചിരുന്ന, നമ്മെ അടിമത്വത്തിലാക്കിയിരുന്ന സാധാരണ ബന്ധനത്തിൽ നിന്നും ആരാധനയുടെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തിയത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതാണ്. ആ ആത്മാവ് ഇറങ്ങുമ്പോൾ ശിഷ്യന്മാർ മാത്രമല്ല, ദൈവത്തിന്റെ ദാസന്മാർ മാത്രമല്ല, ദൈവ മക്കളുടെ മേൽ മാത്രമല്ല, സകല ജഡത്തിന്റെ മേൽ ഏകദേശം 3000 പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. അവരിതാ മാനസാന്തരപ്പെട്ടുകൊണ്ട്
ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദൈവ സന്നിധിയിലേക്ക്, ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നാം അന്യ ഭാഷകളിൽ സംസാരിക്കും, നാം പുതുഭാഷകളിൽ സംസാരിക്കും. ഇന്നലെ വരെയുള്ള ഭാഷയല്ല, ഒരു പുതിയൊരു ഭാഷയിലേക്ക് നാം കടന്നു വരും. നമ്മിൽ നിന്നും പുതിയ ശബ്ദങ്ങൾ പുറപ്പെടും, നമ്മിൽ നിന്നും പുതിയ പ്രവർത്തികൾ പുറപ്പെടും. അവൻ നിന്നെ പുതിയതാക്കുവാനായിട്ടാണ്, അവൻ നിന്നെ പുതുക്കി രൂപാന്തരപ്പെടുത്തുവാനാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ശബ്ദമാണ്, ശബ്ദം ദൈവത്തിന്റെ വചനമാണ്. ഈ വചനമാകുന്ന ആത്മാവ് നമ്മിലേക്ക് പകർന്നത് കൊണ്ടാണ് ഇന്ന് നാം ദൈവസന്നിധിയിൽ ആരാധനയുടെ അനുഭവത്തിൽ ആയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ പുത്രിമാർ പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. പ്രിയമുള്ളവരെ, ഇത് അന്ത്യകാലമാണ്, അന്ത്യകാലമാണ്. നിന്നെ ചേർക്കുവാനായിട്ട് മണവാളൻ ഇതാ വാനമേഘ എഴുന്നള്ളുകയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരും ദൈവാത്മാവിനെ പകരുവാൻ ഇന്നലെ വരെയുള്ള നിന്റെ പ്രവർത്തികളുടെ ദൈവാത്മാവ് നിന്നിലേക്ക് കടന്നു വരുന്നു. നീ അഭിഷേകം പ്രാപിക്കുവാൻ പോകുന്നു, നീ രക്ഷയുടെ മാർഗം സ്വീകരിക്കുവാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ നീ സഭയോട് ചേരുവാൻ പോകുകയാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതിന്റെ അന്ത്യകാലമാകട്ടെ, ഈ ലോകത്തിന്റെ പ്രവൃത്തികളുടെ അന്ത്യകാലമാകട്ടെ, ഒരു പുതിയ സൃഷ്ടിയായി നിന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് കടന്നു വരുന്നു. ആ ദൈവാത്മാവ് ആളുകൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ ഉയർത്തുവാനായിട്ട്, ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട്, ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട്, ദൈവ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ഈ വചനത്തിലൂടെ, ഈ വചനം നാം മുറുകെ പിടിച്ചുകൊണ്ട്, ഈ വചനം നാം അനുസരിച്ചുകൊണ്ട്, ഈ വചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താമോ? ഹല്ലേലൂയ. അതിനായി ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.